എല്ലാ തരത്തിലും എല്ലാ കാര്യങ്ങൾക്കും നല്ല സഹകരണവും എല്ലാ പരിപാടികൾക്കും ഒക്കെ പങ്കെടുക്കുന്നു. അഡ്വക്കേറ്റുമാണ്. നല്ല എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. കിട്ടിക്കൊണ്ട് വന്നപ്പം തൊട്ട് ഞാനിവിടെ 8-9 വർഷത്തോളമായി ഇവിടെ ലൈബ്രറിയിലായിട്ടിരിക്കുന്നു. അന്ന് തൊട്ട് നല്ല ഒന്നും പറയാനായിട്ടില്ല ഇതിനെക്കുറിച്ചൊരു. മോള് ദുബായിക്ക് പോകാനായിട്ട് വന്നപ്പം അവർ 1/4 മണിക്കൂർ നേരത്തോളം ഇവിടെ നിന്ന് സംസാരിച്ചായിരുന്നു. അപ്പോഴാണേലും ശരി ഒരു കുഴപ്പമില്ല, ഒന്നും നമുക്ക് പറയാനായിട്ടില്ല. ദുരൂഹത അങ്ങനെയൊന്നും പറയാൻ പറ്റിയില്ല. അങ്ങനെ ആ ഒരു കുടുംബത്തെ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടെന്നുള്ളത് പറയാനേ നമുക്ക് സാധിക്കുന്നില്ല. അല്ലാതെ തന്നെ പറയാൻ നോക്കുള്ളൂ. കുഞ്ഞുങ്ങളാണേലും ശരി ഇവിടെ ഓരോ പരിപാടികൾക്കും ഒക്കെ വരുന്നതും ഈ കഴിഞ്ഞ ആഴ്ചയിലും എൻ്റെ അടുക്ക വന്ന് പുസ്തകങ്ങളൊക്കെ എടുക്കാനും ഞാനത് ടീച്ചറിന് മേലാത്തതുകൊണ്ട് ടീച്ചറിനോട് പുസ്തകം കൊടുക്കാനൊക്കെ ഞാൻ പോയായിരുന്നു. അപ്പോൾ അവിടെ കൊടുക്കാനായിട്ട് പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടാണ്ടമ്മേ ചേച്ചി വന്നിരിക്കുന്നു, പുസ്തകം തരാമെന്നാണെന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്തതാണ്. സങ്കടമുണ്ട്, നല്ല സങ്കടം തീർച്ചയായിട്ടും. ഞാൻ ഇവിടെ നീർക്കാട് പബ്ലിക് ലൈബ്രറി സെക്രട്ടറിയാണ്. എല്ലാ ദിവസവും ഞാൻ 4 മണിക്ക് ശേഷം ഇവിടെ വരാറുണ്ട്. ഉണ്ട്. അപ്പോൾ ഈ നാടുമായിട്ട് വളരെ കണക്റ്റഡ് ആയ ഒരു വ്യക്തിയാണ്. നാട്ടിൽ തന്നെയുള്ള ആളാണ്. ഇവിടുന്ന് 1/2 കിലോമീറ്റർ മാറി എൻ്റെ വീട്. ഇപ്പോൾ ജിസ്മോൾ തോമസിൻ്റെ ഈ ഒരു വിയോഗ വാർത്ത, പിഞ്ചോമനകളുമായിട്ടുള്ള ഈ ഒരു വിയോഗ വാർത്ത എങ്ങനെയാണ് കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? എന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് ACB ന്യൂസിൽ നിന്നാണ് ഈ വിഷയം വിളിച്ചറിയിക്കുന്നത്. ഇങ്ങനെ അറിഞ്ഞോ? കാരണം ഞാൻ ലൈബ്രറി പരിപാടിയായിട്ട് അവരുമായിട്ട് കണക്ട് ചെയ്യാറുള്ളതുകൊണ്ട് അവരെന്നെ വിളിച്ചു ചോദിച്ചു സംഭവം ശരിയാണോ എന്ന്. അപ്പം ഞാൻ അറിയുന്നില്ല, അവരാണ് പറഞ്ഞത്. അപ്പോൾ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ആൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരൊരു ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഇങ്ങനെ വിഷയമാണെന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ശരിയാണ്, സംഭവം ശരിയാണ്. കാരണം അവർ അഭിഭാഷകയാണ്, അതുപോലെ തന്നെ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് കൂടി ആയിരുന്നു എന്ന്. ഇപ്പോൾ 1 വർഷക്കാലം മുത്തോരി പഞ്ചായത്തിൽ, കാരണം അവിടെ ആ ഭാഗത്ത് അവരുടെ വീട് പാലായിൽ. അത് ആ സമയത്ത് മറ്റേ വിവാഹം നടക്കും തോന്നുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ മെമ്പറായിട്ടില്ല, നിന്നിട്ട് മത്സരിച്ചില്ല. ഇവിടെ വന്നു കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ആ രംഗത്തേക്ക് പോയിട്ടില്ല. വിവാഹത്തിന് ശേഷമാണ് അവർ രാഷ്ട്രീയ ജീവിതമൊക്കെ അവസാനിപ്പിക്കുന്നത്. വിവാഹത്തിന് ശേഷം പറഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് പോകുന്നല്ലോ, അവിടെ നിന്ന് പോകുന്നല്ലോ, അവിടെ അവരുടെ വീടാണല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുടുംബജീവിതമൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ചേട്ടന് വ്യക്തിപരമായിട്ട് അവരെ അറിയാമോ? ഇവിടെ വന്നതിന് ശേഷം അവർ വളരെ സോഷ്യൽ ആളാണ്. എല്ലാവരുമായിട്ട് വളരെ സോഷ്യലായിട്ട് ഇടപെടുന്ന ആളാണ്. ഞങ്ങളുടെ ലൈബ്രറിയിൽ തന്നെ പല പരിപാടികൾക്കും അവർ മിക്കവാറും വരാറുണ്ട്. കാരണം തൊട്ടടുത്താണുള്ള വീട്, വരാറുണ്ട്. നമ്മൾ ക്ഷണിച്ച് വരുത്തിയിട്ടുമുണ്ട്. അവരുടെ അഡ്വക്കറ്റൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ പറയുന്ന കേട്ടു മറ്റുള്ളവരെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് കടക്കുന്നതിൽ പിന്നെ എന്താ ഇങ്ങനെ വന്നതെന്നൊന്നും അറിയത്തില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവേണ്ട ഒരു സാഹചര്യം നിലവിൽ ആ കുടുംബത്തോ അല്ലെങ്കിൽ പൊതുവായിട്ട് അവരിൽ പ്രകടമായി കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാവേണ്ട സാഹചര്യം ഇല്ല. പിന്നെ എന്താണെന്ന് അറിയത്തില്ല. അന്തർഗ്രാഹ്യമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അവരുടെ അങ്ങനെ ഒരു പൊതുവായ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കാരണം മറ്റ് സാമ്പത്തിക ബാധ്യതകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. തൊഴിൽ ബന്ധങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും. പിന്നെ ഉള്ളിൻ്റെ അകത്ത് എന്തെങ്കിലും ആന്തരിക പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല കേട്ടോ. കാരണം അതൊന്നും പ്രകടമല്ല. എന്തായാലും നാട്ടിൽ വളരെ സജീവമായിരുന്നു. അവരെല്ലാം വളരെ സജീവമാണ്. അവരമ്മായിമാണെങ്കിൽ ഇവിടുത്തെ സ്കൂളിലെ ടീച്ചറായിരുന്നു. അമ്മയച്ചനാണെങ്കിൽ ഇവിടെ ബസ് സർവീസ് ഉള്ള ആളായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്താണ് ബസ് വിറ്റത്. എങ്കിലും ആ പയ്യന് ജിമ്മി ആണെങ്കിലും വളരെ സോഷ്യലായിട്ട് എല്ലാവരും ഇടപെടുന്ന ആളാണ്. യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. ഭാര്യയും ഭർത്താവ് ഒരുമിച്ചാണോ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ വരാറ്? ഭർത്താവിന് സമയം കിട്ടത്തില്ല. ഭർത്താവ് ചില പരിപാടിക്ക് ഞായറാഴ്ചയ്ക്കാണെങ്കിലും ചിലപ്പോഴേ വരുള്ളൂ. ഭാര്യ നമ്മുടെ ഇവിടുത്തെ പരിപാടി ഞങ്ങൾക്ക് ഞായറാഴ്ച ദിവസമായിരിക്കും. സമയമുള്ള അനുസരിച്ച് കുട്ടികളുമായിട്ട് ചിലപ്പോൾ വരാറുണ്ട്. മൊത്ത കുട്ടിയായിട്ട്. മക്കളുമായിട്ട് എങ്ങനെയായിരുന്നു? ഭർത്താവിനാണ് കൂടുതലായിട്ട് മക്കളായിട്ട് കണ്ടിട്ടുള്ളത്? എങ്ങനെയായിരുന്നു? ഭർത്താവ് ഞായറാഴ്ച ദിവസമല്ലേ ഉള്ളൂ ഇവിടെ. കർത്താവ് ഇവിടെ സിവിൽ എഞ്ചിനീയർ ആയിട്ടാണല്ലോ. അപ്പോൾ അതിന് ഞായറാഴ്ച ദിവസം ഒക്കെ അവർ ഒരുമിച്ചൊക്കെയാണ് ഇവിടെ വഴി നടക്കാനും ഒക്കെ വരാറുണ്ട്. പക്ഷേ ചേട്ടന് പ്രത്യക്ഷത്തിൽ ചേട്ടനൊരു പ്രശ്നമുള്ളതായിട്ട് ഒന്നും പ്രശ്നമില്ല. വളരെ സോഷ്യലാണ്, വളരെ സന്തോഷകരമായിട്ടാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. യാതൊരു പ്രശ്നം കാര്യം നമുക്കറിയത്തില്ല. ഉണ്ടാവേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം. പിന്നെ എന്താണെന്ന് അറിയത്തില്ല.
സത്യം അറിയാൻ വേണ്ടി കാത്തിരിക്കുക. അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട് അറിയണമെന്ന്.